ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 1 വിശുദ്ധ ഹ്യൂഗിൻ്റെ തിരുനാൾ. ഫ്രാൻസിൽ വലൻസ് എന്ന പ്രദേശത്ത് വിശുദ്ധരായ മാതാപിതാക്കന്മാരിൽ നിന്നും 1053 ഹ്യൂഗ് ജനിച്ചു. സൈന്യത്തിൽ നിന്ന് പോന്ന ശേഷം മകന്റെ നിർദ്ദേശപ്രകാരം കർത്തൂസ്യൻ സഭയിൽ ചേർന്ന് 100 വയസ്സുവരെ ജീവിച്ചു. അമ്മ സ്വഭവനത്തിൽ പ്രാർത്ഥനയിലും ഉപദേശത്തിലും ദാനധർമ്മത്തിലും ജീവിച്ച് മകന്റെ ശുശ്രൂഷകൾ സ്വീകരിച്ചാണ് മരിച്ചത്. ദൈവഭക്തനും പണ്ഡിതനും സുന്ദരനും വിനയശാലിയുമായിരുന്ന ഹ്യൂഗ് പേപ്പൽ പ്രതിനിധിയുടെ ശ്രദ്ധ ആകർഷിച്ചതു കാരണം അദ്ദേഹം ഗ്രനേബിളിലെ മെത്രാനായി തിരഞ്ഞെടുത്ത് 7-ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ റോമിൽ വച്ച് അഭിഷേകം ചെയ്തു. റോമിൽ നിന്നും സ്വന്തം രൂപതയിൽ തിരിച്ചെത്തിയപ്പോൾ അജഗണം അസന്മാർഗികതയിൽ അമർന്നിരിക്കുന്നതായി ഹ്യൂഗ് കണ്ടു. അവർക്ക് കൂദാശ സ്വീകരണത്തിന് വേണ്ട താല്പര്യമില്ലാതെയും യോഗ്യതയില്ലാതെയും പലരും കൂദാശകൾ സ്വീകരിച്ചു. സ്വന്തം ജനത്തിനു വേണ്ടി ഉപവാസവും ജാഗരണവും അനുഷ്ഠിച്ച് ദൈവകൃപയ്ക്കായി ഹ്യൂഗ് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അതിൻ ഫലമായി 2 കൊല്ലം കൊണ്ട് രൂപതയുടെ മുഖച്ഛായ മാറി. പ്രശസ്തി ആഗ്രഹിക്കാത്ത ഹ്യൂഗ് രഹസ്യമായി മെത്രാൻ സ്ഥാനം രാജിവെച്ച് ഓവണിലെ ബെനഡിക്റ്റൻ നൊവിഷ്യറ്റിൽ ചേർന്നു. അവിടെ ഒരു ഉത്തമ സന്യാസിയായി ജീവിക്കുന്നതറിഞ്ഞ ഗ്രിഗോറിയോസ് മാർപ്പാപ്പ ഉടനടി രൂപതാ ഭരണം ഏറ്റെടുക്കാൻ ആജ്ഞാപിച്ചു. ഹ്യൂഗ് ഇടവക ഭരണം ഏറ്റെടുത്തു. നടത്തുന്നതിനിടയ്ക്കാണ് കർത്തൂസ്യൻ സഭാസ്ഥാപനത്തിനുള്ള സ്ഥലം വിശുദ്ധ ബ്രൂണോയ്ക്ക് ഹ്യൂഗ് നൽകിയത്. വേദപുസ്തകം വായിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും കുമ്പസാരം കേൾക്കുമ്പോഴും കണ്ണുനീർ ധാരധാരയായി പ്രവഹിച്ചിരുന്നു. ഒരു അനുതാപി ചോദിച്ചു, എന്തിനങ്ങ് കരയുന്നു? മായാസ്തുതിയും അമിത സ്നേഹവും മതിയല്ലോ ഒരാൾ നശിക്കാൻ. ദൈവകാരുണ്യത്തിൽ മാത്രമേ നാം രക്ഷപ്പെടുകയുള്ളൂ. ദീർഘമായ ഒരു രോഗം ബാധിച്ച നേരം ആത്മാവിനെ ഒന്നുകൂടി പൗത്രീകരിച്ചു. വാർദ്ധക്യത്തിൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എങ്കിലും സങ്കീർത്തനങ്ങളും സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപവും ആവർത്തിച്ചു ചൊല്ലി ഹ്യൂഗ് 1132 ഏപ്രിൽ 1-ാം തീയതി ദിവംഗതനായി. വിശുദ്ധ ഹ്യൂഗേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.